ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിശുദിനത്തോടനുബന്ധിച്ച് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സെഫി ടാഗോർ തിയേറ്ററിൽ നമ്മുടെ തിരുവനന്തപുരത്തെ പ്രധാന കുറേ സ്കൂളുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതും സ്പെഷ്യൽ സ്കൂളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടായി കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നവംബർ മാസം 8-ാം തീയതി ഒരു 10 മണിയോട് കൂടിയാണ് ടാഗോർ തിയേറ്ററിൽ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. 1000-ന് പുറത്ത് കുട്ടികൾ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഋഷിരാജ് സിംഗ് സാർ, അതുപോലെ ഒട്ടനവധി വിശിഷ്ട വ്യക്തികൾ ഈ പ്രോഗ്രാമിൽ പങ്കുചേർന്നിട്ടുണ്ട്. കുട്ടികൾക്കുള്ള അവാർഡ് ദാനവും അതുപോലെ തന്നെ സ്കൂളുകൾക്കുള്ള പഠനോപകരണ വിതരണവും വളരെ മനോഹരമായിട്ട് ഈ കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളും ഈ പ്രോഗ്രാം അടിപൊളിയാക്കി. ഈ ആഘോഷ പരിപാടികളുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ജീവനകലയാണ്. ആ ജീവനകലയുമായിട്ട് നമ്മുടെ മക്കളെ ഒരുക്കിയിരുത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ, അവരെ ഓരോരുത്തരെയും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, എൻ്റെ അണിയറയിൽ നിൽക്കുന്ന ഒരുപാട് അധ്യാപകർ, PRDയിലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ വേദി ഒരുക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട ശ്രീകാന്ത് സാർ, അനീഷ, രുദ്രാണി, അരുൺ സാർ, എല്ലാവരെയും, അതുപോലെ ഇവിടെയുള്ള ചേച്ചിമാർ, ചേട്ടന്മാർ, ഞങ്ങളുടെ കേരള പോലീസിൻ്റെ മറ്റ് സഹപ്രവർത്തകർ, അങ്ങനെ എല്ലാവരെയും, ഞങ്ങളുടെ മീഡിയയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എല്ലാവരെയും സ്നേഹത്തോടെ ആദരവോടെ ഈ 18ാമത് സെൻറ്റർ ഫോർ എംപവർമെൻറ്റ് എൻറിച്ച്മെൻറ്റിലെ യുണീക്ക്ലിമേ എന്ന ശിശുദിനാഘോഷം, സ്പെഷ്യലി ഏബിൾഡിൻ്റെ ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്ന ഈ വേദിയിലേക്ക് ഓരോരുത്തരെയും സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നല്ലൊരു സ്പെഷ്യൽ കയ്യടി, സ്വാഗതം ചെയ്യുന്ന ഒരു നല്ല കയ്യടി, ഞങ്ങളുടെ എബിലിറ്റികൾ മുഴുവനും എടുത്തുകൊണ്ടുള്ള ഒരു നല്ല കയ്യടി. താങ്ക് യു സോ മച്ച്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. കൾട്ടൻ റീച്ചൽ പരിപാടി ഇവിടെ നടത്താൻ പോകുന്നു. ഇതിൻ്റെ സമാപനം അടുത്ത് 14-ാം തീയതി എറണാകുളത്തിലായിരിക്കും. അത് മേരി മാഡം ഇപ്പോൾ നമ്മളോട് അറിയിച്ചു. ഇന്ത്യ രാജ്യത്തിൽ ഏകദേശം 145 കോടി ആളുകൾ താമസിക്കുമ്പോൾ 18 വയസ്സിന് താഴെ ഏകദേശം 45 കോടി കുട്ടികൾ ആണ് താമസിക്കുക. കേരളത്തിൻ്റെ കാര്യമാണെങ്കിൽ 45 ലക്ഷം കുട്ടികളാണ് 18 വയസ്സിന് താഴെ ഇവിടെ സ്കൂളുകളിലേക്ക് പോകുന്നുണ്ടെന്ന കാര്യം നാം മനസ്സിലാക്കണം. പൊതുവെ ഏകദേശം 10% കുട്ടികൾക്ക് നേരിട്ട് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, കാണാൻ പറ്റില്ല, ഇല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കേരളത്തിലും ഇന്ത്യ രാജ്യത്തിലും ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോടും മറ്റ് VIP-കളോടും എനിക്ക് പറയാറുള്ളത്, ഈ കുട്ടികളെ വേണ്ടത് സഹാനുഭൂതിയല്ല. ഈ കുട്ടികൾ അവരുടെ കാര്യങ്ങൾ നന്നായിട്ട് അവർ നോക്കാനുള്ള കഴിവ് അവർക്കുമുണ്ട്. അവരെ വേണ്ടത് അവരെ നന്നായിട്ട് പഠിക്കാനുള്ള അവസരം കിട്ടുക, ജോലിയിൽ കയറാനുള്ള അവസരം കിട്ടുക. ഈ അടുത്ത കാലത്തിൽ IAS പരീക്ഷയിലെ 2 പെൺകുട്ടികൾ കേരളത്തിൽ നിന്ന് പാസ്സായി. ഒന്ന് ഷെരീൻ സഹാന, കുട്ടികൾ നടക്കാൻ പറ്റിയിട്ടില്ല. രണ്ടാമത്തെ കുട്ടി പാസ്സായത് സാരിക, നമ്മുടെ കോഴിക്കോടുകാരിയാണ്. സാരിക എന്ന് പറഞ്ഞ നിങ്ങൾ ചിലപ്പോൾ ഞാൻ ഈ കുട്ടിയെ കണ്ടതാണ്. കുട്ടിക്ക് ഒരു സെറിബ്രൽ അട്രോഫി, ഒരു രോഗമുണ്ട്, ഒരു വല്ലാത്ത രോഗം. ആ രോഗം കൊണ്ട് കുട്ടിക്ക് അണക്കാൻ പോലെ പറ്റുന്നില്ല. കുട്ടിക്ക് ആദ്യ കുട്ടി ചെയ്യുന്നത് ഈ തല ഇവിടെ മുതൽ ഇവിടെ വരെ ചെയ്യാനുള്ള കഴിവേ ഉള്ളൂ. ബാക്കി എല്ലാ ശരീരവും നിശ്ചലമാണ്. ആ അമ്മ പറയുകയായിരുന്നു, ജന്മം മുതൽ ഈ കുട്ടിയെ ആ അമ്മ കടക്കാൻ വേണ്ടി
രാവിലെ കടന്ന ശേഷം എഴുന്നേറ്റിപ്പിക്കുന്നു, രാത്രിയിൽ കടത്തുന്നു. അന്നും ഇന്നയും ആ കുട്ടി ഇപ്പോൾ IAS പാസ്സായിരിക്കുകയാണ്. ഡിസംബർ 2-ാം തീയതി ട്രെയിനിങ് തുടങ്ങാൻ പോകുന്നു. ഐ ആം ഡിഫറെൻറ്റ്, നോട്ട് ലെസ്. ഞാൻ വ്യത്യസ്തനാണ്, ഞാൻ ലെസ് അല്ല, കുറവുള്ളവനല്ല. സിൻസ് മീ, ഞാനൊരു വൈകല്യത്തിൻ്റെ അനുഭവം ഉള്ള മനുഷ്യനാണ് വർഷങ്ങളായിട്ട്. പോസ്റ്റ് പോളിയോ പാരാലിസിസ് ആൻഡ് ആൻ ആക്സിഡൻറ്റ്, പിന്നീട് നിരവധി സർജറികൾ, ഒപ്പം പഠിക്കാനും അവസരം കിട്ടിയപ്പോഴൊക്കെ പഠിച്ചു. ഈശ്വരാനുഗ്രഹത്താൽ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷനായിട്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ജീവിക്കാൻ അവസാന കാലഘട്ടങ്ങൾ സഹായിച്ചു. യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസവും പഠനവും PhD-യും MA സൈക്കോളജിയും MA സോഷ്യോളജിയും MA എക്കണോമിക്സും B.Ed.ഉം M.Ed.ഉം ഡിപ്ലോമയും M.Phil.ഉം MSW എന്തെല്ലാം കിട്ടാമോ അതെല്ലാം വാരിക്കൂട്ടുന്ന ഓട്ടത്തിലായിരുന്നു. ഒന്നും നോക്കിയില്ല, മുമ്പോട്ട് തന്നെ നോക്കി. ഇതുപോലെ ബാരിയർ ഉണ്ടായിരുന്നു, ധാരാളം ബാരിയർ, തടസ്സങ്ങൾ. ഒന്നും നോക്കിയില്ല, മുമ്പോട്ടുള്ള ഒരേ യാത്രയായിരുന്നു. ഒരുപാട് അധ്യാപക ഗുരുക്കന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയൊക്കെ സപ്പോർട്ടും അനുഗ്രഹങ്ങളൊക്കെ ഇന്നും സംസ്ഥാനത്തിൻ്റെ ഭിന്നശേഷി കമ്മീഷനായിരിക്കുമ്പോൾ ഞാൻ എൻ്റെ സമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഹരീഷ് ബാബു, വിജിൻ RS, അടുത്തതായി പഠനോപകരണ വിതരണമാണ്. ബാക്കിയുള്ള സ്കൂളുകൾക്കുള്ള എക്യുപ്മെന്റ്സ് ഇതിന് ശേഷം വിതരണം ചെയ്യുന്നതാണ്. ഞാൻ വിചാരിച്ചിരിക്കാത്ത സമയത്താണ് എനിക്ക് ഈ വേദി ഒരുക്കി തന്നത്. സ്നേഹവും ബഹുമാനമുള്ള മാഡം മേരി അനിത, തങ്കമണി ടീച്ചർ, എൻ്റെ കൂട്ട് സ്റ്റാഫായ ഏറ്റവും പ്രിയപ്പെട്ട ബീന, ഇവരെല്ലാവരെയും ഞാൻ ഓർക്കുന്നു. 30 വർഷം ഞാൻ ഈ ഫീൽഡിൽ ജോലി ചെയ്തു. റോട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോയതിന് ശേഷം ശിശുവായ സ്കൂളിൽ ഞാൻ 2 വർഷം ഇൻക്ലൂസീവ് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരവസരം കിട്ടി. അതിനുശേഷം 6 വർഷം കൊണ്ട് ഞാൻ വീട്ടിലായാലും ഞാൻ വെറുതെ ഇല്ല, എല്ലാ കാര്യങ്ങളിലും ഞാൻ എൻഗേജ്ഡ് ആയിരുന്നു. അവരുടെ സ്നേഹമാണ് എൻ്റെ രോഗത്തിൻ്റെ കുറവ്. എന്നാൽ ഞാൻ കീമോതെറാപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അസുഖത്തിൻ്റെ കാര്യത്തിന് വേണ്ടി എൻ്റെ പ്രിയ മക്കളും പേരൻസും അധ്യാപകരും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ വേദിയിൽ ഇത്രയും സമാധാനത്തോടും സുഖത്തോടും വരാൻ സഹായിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വന്ദനം.
ശിശു ദിനത്തിന് മുന്നോടിയായി സെൻറ്റർ ഫോർ എംപവർമെൻറ്റ് ആൻഡ് എൻറിച്ച്മെൻറ്റ് സംഘടിപ്പിച്ച യൂണിക്ലി മീ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അതിയായ സന്തോഷം ഉണ്ട്. ശാരീരികവും മാനസികവും ആയ പരിമിതികൾ നമ്മുടെ വ്യക്തിത്വ വികസനത്തിന് തടസ്സം അല്ല. പരിമിതകൾക്ക് അല്ല, സാധ്യതകൾക്ക് ആണ് നാം പ്രാധാന്യം നൽകേണ്ടത്. ഈ സന്ദേശം ലോകത്തിന് നൽകാൻ ആണ് ഈ ആഘോഷം. 12 വർഷം ആയി ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ഡോക്ടർ മേരി അനിതയ്ക്ക് എൻ്റെ അഭിനന്ദനം. The Center for Empowerment and Enrichment, since its inception in 2007, has been providing unlimited support to the especially able, be it in socializing or in extending medical help. സെന്റർ ഫോർ എംപവർമെന്റ് ആൻഡ് എൻറിച്ച്മെന്റിന്റെ തുടക്കം മുതൽ 2007 മുതൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും അവരുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിനും വികസനത്തിനും വേണ്ടി നിലനിൽക്കുന്നതാണ്. Dr. Mary Anita, who is standing by my side and who heads this movement, she initiated this organization. She deserves our all admiration and appreciation. അടുത്ത് നിൽക്കുന്നത് ഡോക്ടർ മേരി അനിതയാണ്. ഡോക്ടർ അനിതയ്ക്ക് എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും സഹകരണവും അപ്രിസിയേഷനും ആവശ്യമാണ് എന്നാണ് ഹോണറബിൾ ഗവർണർ പറയുന്നത്. Of Dr. Anita Mary and countless other individuals and organizations, the challenges related to disability are now being met with courage and determination. സെന്റർ ഫോർ എംപവർമെന്റിന്റെ സാരഥി ഡോക്ടർ മേരി അനിതയും അവരോട് കൂടെ നിൽക്കുന്ന എല്ലാ അധ്യാപകരും അവരുടെ ടീം അംഗങ്ങളെയും എല്ലാം ഇതിനു വേണ്ടിയിട്ട് അത്രയധികം ഡെഡിക്കേറ്റഡ് ആയിരിക്കുന്നതിന് കൊണ്ടാണ് ഇത്തരം പരിപാടികൾ മുന്നോട്ട് പോകാൻ കഴിയുന്നതിനും അവരെ എല്ലാവരെയും അനുമോദിക്കാനും ഹോണറബിൾ ഗവർണർ ഈ അവസരം ഉപയോഗിക്കുന്നു.
ബന്ധിച്ചതോ ഏതാണ് ധർമ്മം എന്താണ് ധർമ്മം ಅನ್ನಕೊಡಿ ಅಮ್ಮದಿನಿ ಅನ್ನರದಿ ಮರದ ಮೆಚ್ಚು ಅನ್ನಕೊಡಿ ಅಮ್ಮದಿನಿ ನಲ್ಲ ಪುಟ್ಟ ಅಡ್ಡಿ ആഡംബരങ്ങൾ ഒന്നായി കൂട്ടി കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദാമൃത കല്യാണം ആരും അബദ്ധവിധമുള്ള ആഡംബരങ്ങൾ ഒന്നായി കൂട്ടി കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദാമൃത കല്യാണം
ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത് കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാം കേട്ടോ. അടുത്തൊരു വിശേഷമായിട്ട് കാണാം. ബൈ.